La 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 la. ഒരു മരം മഴമരം ഒരു മരം മഴമരം ഒരായിരം കഥകളുള്ളവൻ മരം. ആ കഥ കേൾക്കാൻ ആ കഥ കാണാൻ ആ കഥ കേൾക്കാൻ ആ കഥ കാണാൻ ഓടിയെത്തു കൂട്ടുകാരേ, ഈ തണലിൽ ഓടിയെത്തു കൂട്ടുകാരേ. ഒരു മരം മഴമരം ഒരു മരം മഴമരം ഒരായിരം കഥകളുള്ളവൻ മരം. ലലാലലാലലാലലാലലാ. ഒരു മരം പൂമരം ഒരു മരം പൂമരം ഒരായിരം നന്മയുള്ള തേന്മരം. ആ കാര്യം കാണാൻ ആ കാര്യം കേൾക്കാൻ ആ കാര്യം കാണാൻ ആ കാര്യം കേൾക്കാൻ പാടിയെത്തു കൂട്ടുകാരേ, ഈ തറയിൽ പാടിയെത്തു കൂട്ടുകാരേ. ഒരു മരം മഴമരം ഒരു മരം മഴമരം ഒരായിരം കഥകളുള്ളവൻ മരം. ലലാലലാലലാലലാലലാ. ഒരു മരം എൻ മരം ഒരു മരം എൻ മരം ഒരായിരം കിളികളുള്ള പൊന്മരം. ആ കാഴ്ച കാണാൻ ആ നാദം കേൾക്കാൻ ആ കാഴ്ച കാണാൻ ആ നാദം കേൾക്കാൻ ആടിയെത്തു കൂട്ടുകാരേ, താളമിട്ടു ആടിയെത്തു കൂട്ടുകാരേ. ലാലലാലലാലലാ ലാലലാലലാലലാലലാലലാ. ഒരുമയുടെ വൻമരം പൂക്കുന്നേ, ഒത്തൊരു മതൻ പൂമരം കായ്ക്കുന്നേ. പൂവും തേടി കായ്കൾ തേടി ഞാനും പോകുന്നേ, പൂവും തേടി കായ്കൾ തേടി ഞാനും പോകുന്നേ, ഞാനും പോകുന്നേ, ഞാനും പോകുന്നേ. തകതക പൊലി പൊലി തകതക പൊലി പൊലി തകതക പൊലി പൊലി. ഞങ്ങളും പോകുന്നേ ഞങ്ങളും പോകുന്നേ ഞങ്ങളും പോകുന്നേ. രാജാസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേച്ചർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഒരു ദൃശ്യവിരുന്നാണ് നമ്മൾ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ സർഗാത്മക പ്രവർത്തനമായി ഈ വിദ്യാലയത്തിന് മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഈ സ്കൂളിലെ ബോട്ടണി അധ്യാപകനായിട്ടുള്ള രാധാകൃഷ്ണൻ മാസ്റ്ററും അതിൻ്റെ പ്രാവർത്തിക പദത്തിലേക്ക് എത്തിക്കുന്നതിൽ മുൻനിന്ന് പ്രവർത്തിച്ചത് ഹയർ സെക്കൻഡറി സയൻസ് ഗ്രൂപ്പിലെ 1ാം വർഷ വിദ്യാർത്ഥി മനുരാജുമാണ്. ആധുനിക വിദ്യാഭ്യാസ ചിന്താ പദ്ധതിയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹവും ഒത്തുചേർന്നുകൊണ്ട് ജ്ഞാനം നിർമ്മിക്കുക എന്ന് പറയുന്ന ആ പുത്തൻ വിദ്യാഭ്യാസ ആശയത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക
എന്നതായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശം. ആ കാര്യത്തിൽ എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും നമ്മൾ ആ കാര്യം പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും പുത്തൻ വിദ്യാഭ്യാസ നയം, പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇതിൻ്റെ ഗുണഫലം നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ മികവും അതുപോലെ തന്നെ പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് പല വിദ്യാലയങ്ങളിലും സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ നടന്ന പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഹയർ സെക്കൻഡറി മേഖലയിൽ ഈ ഉദ്യമം അത്ര വിജയിച്ചിട്ടില്ല. അതിൻ്റെ ശ്രമങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ ഒരു പ്രവർത്തനം ഈ വിദ്യാലയത്തിൽ നടത്താൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഏറ്റവും പുതിയ പരിസ്ഥിതി ആഗോള താപനം വളരെയധികം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി ബോധം, പരിസ്ഥിതി സൗഹൃദ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് ഇതിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത. വിദ്യാഭ്യാസ മേഖലയിൽ താല്പര്യമുള്ള ആളുകളെയും പൊതുപ്രവർത്തനത്തിലും ഈ സമൂഹം നിലനിൽക്കണമെന്നുള്ള ആളുകളെയും, മനുഷ്യൻ നിലനിൽക്കണം, ഈ സമൂഹം നിലനിൽക്കണം, അതോടൊപ്പം തന്നെ ജീവജാലങ്ങളും സസ്യലതാദികളും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ വൃക്ഷാലയം എന്ന് പറയുന്ന ദൃശ്യമാധ്യമ വിരുന്ന് ആസ്വദിക്കാൻ സ്വാഗതം ചെയ്യും. കൂട്ടുകാരെ, ഞാൻ ഈ ഭൂമുഖത്തെ, ഈ വിദ്യാലയമുറ്റത്തെ ഒരു മരമായി ജീവിക്കുന്നവൻ. എന്നെ മദിരാശി ഈത്തമരമെന്നായി ഇവിടെ വിളിക്കുന്നേ. കുറെ കുട്ടികളും അധ്യാപകരും എന്ന് പറയുന്നത് കേട്ടു എൻ്റെ ഇംഗ്ലീഷ് പേര് റെയിൻ ട്രീ എന്നാണെന്ന്, മഴമരം. അതുമാത്രവുമല്ല, മൈമോസേസിയെ കുടുംബത്തിലെ അംഗമാണത്രേ ഞാൻ. എൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള യഥാർത്ഥ ശാസ്ത്രീയ നാമം സെമാനിയ സെമാൻ എന്നാണ്.
ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നോ? അതൊരു ചരിത്രകഥയാണ്. അന്നൊരിക്കൽ ഒരു മഴക്കാലത്ത് ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. 1976, 77, 78 കാലഘട്ടങ്ങളിൽ ആണ് ഞാൻ അവിടെ പഠിച്ചത്. ഞാനും അന്നത്തെ HM ഒരുപാട് സ്റ്റുഡൻസൊക്കെ ചേർന്നാണ് ഈ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചത്. അന്ന് ക്ലാസ് വൈസ് ആയിരുന്നു ഞങ്ങൾ ഈ ഇത് നനയ്ക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തിരുന്നത്. ഇവിടെ എല്ലാവരും ഈ മരം വയ്ക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തണൽ വൃക്ഷം കുട്ടികൾക്കൊരു മാതൃകയായിരിക്കാനും ഈ വരും തലമുറകൾക്ക് നല്ലൊരു തണലായിക്കൊണ്ട് ഈ മരം ഇങ്ങനെ കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഈ തണൽ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. കളിക്കുന്നതിനും അസംബ്ലി നടത്തുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതിനും വളരെയധികം സന്തോഷം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇത് വലുതായി വീണ്ടും ഞാൻ സർവീസിലേക്ക് വന്നു. ഇവിടെ തന്നെ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്ന് നട്ടുപിടിച്ച ഈ വൃക്ഷം നന്നായി വളർന്ന് തണലിലേക്ക് കുട്ടികൾക്ക് അസംബ്ലിക്ക് തളർന്നു വീഴാതെ പല സ്കൂളുകളിലും അസംബ്ലി നടത്തുമ്പോൾ എത്രമാത്രം കുട്ടികൾ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ തളർന്നു വീഴുന്നുണ്ട്. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളേ ഇല്ല. വളരെയധികം സന്തോഷമായി നമ്മുടെ അസംബ്ലി നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വളർന്നു. ഇങ്ങനെ പന്തലിച്ചു. പൂവിട്ടു. കായിട്ടു. ഋതുഭേദങ്ങൾക്കൊപ്പം. എന്നിൽ ദ്വിതീയ വളർച്ച പിന്നിട്ടപ്പോൾ എനിക്ക് ശാഖകളും ഉപശാഖകളുമായി. ഞാൻ എൻ്റെ തായ്വേരു പടലത്താൽ മണ്ണിൽ ഉറച്ചു നിന്ന് വെള്ളവും ലവണവും വലിച്ചെടുക്കുന്നു. സംവഹന കലകളാലെത്തുന്ന ജലവും ആസ്യരന്ധ്രങ്ങളാലെത്തുന്ന കാർബൺ ഡയോക്സൈഡും ചേർത്ത് ഞാൻ എൻ്റെ ഇലകളിൽ ആഹാരമായ അന്നജം നിർമ്മിക്കുന്നു. ഇതിനെല്ലാം പ്രകാശം വേണം കേട്ടോ. ഈ ആഹാരം ഞാൻ മാത്രമല്ല കഴിക്കുന്നത്. പിന്നെയോ, ഞാൻ ഈ ചുറ്റുവട്ടത്തെ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു. അതിലെ അല്പം എടുക്കുന്നു, കൂടുതലും നൽകുന്നു. എന്നിൽ നിരവധി വാസസ്ഥാനങ്ങളുണ്ട്. ഞാൻ വാടക വാങ്ങാതെ അവരെയും എന്നോടൊപ്പം കൂട്ടുന്നു. അതുകൊണ്ട് എനിക്കും ഗുണങ്ങളുണ്ട് കേട്ടോ. ലവണങ്ങൾ, ജലാംശം, ജൈവഭക്ഷണങ്ങൾ, അങ്ങനെ നിരവധി.
സ്നേഹത്തിൻ്റെ ഇടചേരലുകളാലുള്ള സാഹോദര്യം, സമത്വം, എൻ്റെ സുഹൃതം. ഇവിടത്തെ ഒരു ശില്പി ചെങ്കല്ലിനാൽ ഒരു അലങ്കാരം എനിക്കു സമ്മാനിച്ചു. ആ ശില്പത്തിൻ്റെ കയ്യിലെ പുസ്തകത്താളുകളിൽ അക്ഷരങ്ങളല്ലേ, അക്ഷരമെന്നാൽ നാശമില്ലാത്തത്. അതെ, എന്നെ അല്പായുസ്സാക്കാൻ ആർക്കും തോന്നരുത്. ഞാനും ആയുസ് പൂർത്തിയാക്കി എൻ്റെ അംശങ്ങളെ കണികകളാക്കി മണ്ണിൽ ചേർക്കാനാണ് ആശിക്കുന്നത്. അതിനു മുൻപ് എന്നെ ആർക്കും തോന്നരുത്. ഇവിടത്തെ കുട്ടികളെ കാണാനെത്തിയ കഥാകാരി സുമംഗല എൻ്റെ അടുത്തെത്തി. എന്നെ തലോടി. എന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞ് എന്താണെന്ന് കേൾക്കണ്ടേ? മരങ്ങളെ എനിക്ക് വളരെ സ്നേഹമാണ്. ഞാൻ 11 വാഴകളുടെ താമസിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. എല്ലാ സ്ഥലത്തും എൻ്റെ കൈകൊണ്ട് ഞാൻ ഓരോ മരം നട്ടിട്ടുണ്ട്. പിന്നെ 2 ഭാഗത്തും എൻ്റെ നാട്ടിൽ വെള്ളിനേഴി എന്നാണ് പറയുക, അവിടുന്ന് ചെർപ്പശ്ശേരിക്ക് പോണ വഴിക്ക് 2 ഭാഗത്തും കുറച്ച് മരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പം അത് പലതും തന്നെ കാലം കൊണ്ട് കുഴങ്ങി വീണു. ചിലത് ആളിൽ വെട്ടി മാറ്റി. ഇപ്പം മരങ്ങളില്ല. അപ്പോൾ അന്നൊക്കെ ആ വഴി കൂടി പോകുമ്പോൾ നമ്മൾ ഏത് വെയിലത്തും നമുക്ക് നല്ല തണൽ തരും. ആ തണൽ തരണ മരങ്ങളാണ്. തണൽ മാത്രമല്ലല്ലോ മരങ്ങൾ തരുന്നത്. പഴം തരുന്നുണ്ട്, ഇല തരുന്നുണ്ട്, പൂക്കൾ തരുന്നുണ്ട്, എന്തെല്ലാം നമുക്ക് മരങ്ങൾ തരുന്നുണ്ട്. മഴ ഉണ്ടാവുന്നതും കൂടി മരങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുക. അപ്പോൾ ആ മരങ്ങളെ രക്ഷിക്കേണ്ടത് എല്ലപ്പോഴും എല്ലാവരുടെയും ഒരു കർത്തവ്യമാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നിറച്ച് മരങ്ങൾ ഇവിടെ മുഴുവനും ധാരാളം വലിയ മരങ്ങൾ, മഴമരങ്ങളുണ്ട്. പിന്നെ ആലുണ്ടോയെന്നറിയില്ല, നോക്കിയില്ല, കുറേ മരങ്ങളുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം മരങ്ങളെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. മരങ്ങളെയും ചെടികളെയും പൂക്കളെയും. എനിക്ക് ചുറ്റും സഹൃദയരായവർ ഒരു കൽത്തറ കെട്ടി വിരിയോടിട്ടു. ഞാൻ അവർക്കോ തണലും നൽകുന്നു, കുളിരും നൽകുന്നു. വേനലിൽ കുട്ടികൾക്ക് ആവോളം പഴങ്ങൾ നൽകും. കുസൃതികൾ അവ തട്ടിക്കളയും. എനിക്കപ്പോൾ സങ്കടം വരും. ഞാൻ എൻ്റെ അല്പായുസ്സുകളായ കൂട്ടുകാരെ ഓർക്കും. പാവങ്ങൾ.
കൂട്ടുകാരുടെ കിടപ്പ് കണ്ടോ? ശവമഞ്ചത്തിൽ തേങ്ങൽ പോലും കേൾക്കാതെ. ദാ ഭീതിതമായൊരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇറച്ചിക്കടകളിലെ അവസ്ഥ തന്നെ. ദൈവമേ, ഇതൊക്കെ ചെയ്യുന്നവർ ഇതറിയുന്നുണ്ടോ? ഈ വർഷം ആഗോള വ്യാപകമായി ഭൗമ വർഷമായി ആചരിക്കുകയാണ്. ആഗോള താപനത്തിൻ്റെ ഭവിഷ്യത്തുകളിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് ഈ ഒരു അവസരത്തെ കാണുന്നത്. കാർബൺ ഉപയോഗം കുറയ്ക്കുകയും അങ്ങനെ ഭൂമിയുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നമുക്കറിയാം, ആഗോളതാപനത്തിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടും തന്നെ മഞ്ഞുപാളികൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമലകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ശുദ്ധജലത്തിൻ്റെ വലിയ ഒരു ശേഖരമായ ഇവ ഇല്ലാതാകുന്നതോടുകൂടി ഭൂമിയിലെ ജല ദൗർലഭ്യം കൂടുതൽ രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് എത്തും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കാർബൺ ശീലങ്ങൾ മാറ്റുകയും കാർബൺ പുറത്തുവിടുന്നത് പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ലോക ജനതയുടെ തന്നെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആഗോളതലത്തിൽ തന്നെ ഒരുപാട് ഉച്ചകോടികളും അതുപോലെ തന്നെ സമ്മേളനങ്ങളും നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഉച്ചകോടികൾക്കും സമ്മേളനങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് കാർബൺ ശീലങ്ങൾ കിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കാർബൺ ശീലങ്ങൾ മാറ്റിമറിക്കാൻ, ആഗോളതാപനത്തിനെതിരായി നമുക്ക് ആകുന്ന രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ നമ്മൾ ഗ്രാമതലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊരു വലിയ പങ്ക് കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതിലേറ്റവും വലിയ ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് മരം നട്ടുപിടിപ്പിക്കുക എന്നതാണ്. അങ്ങനെ മരങ്ങൾ കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നതാണ്. മരം ഒരു ശീലമാക്കിയാൽ, മരം നട്ടുപിടിപ്പിക്കുന്നത് ഒരു ശീലമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രിയപ്പെട്ട ഭൂമിയെ കുറച്ചു കാലം കൂടി ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ, കുറച്ചു കാലം കൂടി ഭൂമിയുടെ ഈ ഹരിതാഭയും ഈ ശാദ്വലമായ ഭംഗിയുമെല്ലാം നിലനിർത്താൻ നമുക്ക് കഴിയും. ഈ വിദ്യാലയത്തിൽ ഇതൾ വിരിക്കാൻ, ഇലത്തണലേകാൻ ഈ വർഷം ജൂലൈ മാസം 26-ന് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ചേർന്ന് 50 മരത്തൈകൾ നട്ടു.
കൂടുവെച്ചു. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തോമസ് പുത്തിരി, പ്രകൃതി സ്നേഹിയായ ഇന്നാട്ടുകാരൻ, എനിക്ക് പുതിയ കൂട്ടുകാരെ സമ്മാനിച്ചു. ഇവ നന്നായി വളർന്നു വന്നാൽ അവയ്ക്കും നാളത്തെ തലമുറയോട് ഓരോ കഥകൾ പറയാനുണ്ടാകും, എന്നെപ്പോലെ. ഒരു മരം പറഞ്ഞോക്കോ, മഴമരം, ഒരു മരം മഴമരം, 1000 കഥകളുള്ള വൻമരം. ഇല്ലേ, എത്ര പുഴുക്കളും കാക്കയും പിന്നെ കിളികളും മണ്ണാർക്കണ്ണും ഉറുമ്പും ചെതലും എത്ര ജീവികൾ കൂട്ടായിട്ട് താമസിക്കണു. 1000 കഥകളുണ്ടാവില്ലേ? ഉണ്ടല്ലേ? കാക്കയുടെ ഒച്ച, കാക്കക്കൂട് കണ്ടില്ലേ? ഇല്ലേ? ഇത്തിക്കണ്ണി പോലെയുള്ള ചെടികൾ കണ്ടില്ലേ? അതാണ് 1000 കഥകളുള്ള വൻമരം. അപ്പോൾ അങ്ങനെയുള്ള 1000 മരങ്ങൾ നമുക്കും ഉണ്ടാക്കാം, അല്ലേ? ഒരു തൈ നാട്ടിൽ ഇന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അവസരത്തിൽ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത് നമ്മളൊരു തൈ നട്ടിരിക്കും, ഉറപ്പല്ലേ? ഓക്കെ.
കൂട്ടുകാരെ, വൃക്ഷങ്ങൾക്കായി, നമ്മുടെ നന്മയ്ക്കായി ഓരോ തൈകൾ വീതം നിങ്ങൾക്കും നട്ടുകൂടെ? നാട്ടുകാരെ, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു. പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു, മലർവിരി നടുന്നു. മണ്ണിലും വിണ്ണിൻ്റെ മാറിലെ ചാന്തു തൊട്ടഞ്ജനമിടുന്നു, അഞ്ജനമിടുന്നു. ഒരു വസന്തത്തിനു വളർപന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു. 1000 പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാടു മൃദു കന്യയുടെ ആർദ്രത നടുന്നു, ആർദ്രത നടുന്നു. തളിരായും ഇലയായും ഇതൾ വിരിയും അഴകായും ഇവിടെ നിറമേളകൾ മിഴികളിൽ നടുന്നു. ശാരിക പെണ്ണിന്നു താണിരുന്നാടുന്നൊരു ഊഞ്ഞാൽ നടുന്നു, ഊഞ്ഞാൽ നടുന്നു. കിളിമകൾ പെണ്ണിൻ്റെ തേൻകുടം വയ്ക്കാൻ ഒരു റിയും നടുന്നു, ഒരു റിയും നടുന്നു. അണ്ണാര കണ്ണ പൊന്നോണമുണ്ണുന്ന പുകിലുകൾ നടുന്നു, പുകിലുകൾ നടുന്നു. കൊതിയൂറി നിൽക്കുന്ന കുസൃതി കുരുന്നിൻ്റെ കൈ നിറയെ മടി നിറയെ മധുരം നടുന്നു, മധുരം നടുന്നു. ഒരു കുടം നീരുമായോടുന്ന മുകിലിനും ഒളിച്ചുപോം കാറ്റിനും ഒന്നിച്ചിറങ്ങുവാൻ ഒതുക്കുകൾ നടുന്നു, ഒതുക്കുകൾ നടുന്നു. കട്ടുമതിയാവാത്ത കാട്ടിലെ കള്ളനും നാട്ടിലെ കള്ളനും നടുവഴിയിലെത്തവേ വാനോളമുയരത്തിൽ വാവൽ കരിങ്കൊടികൾ കാട്ടുവാൻ വീരഴും കയ്യുകൾ നടുന്നു, കയ്യുകൾ നടുന്നു. ഒരു തൈ നടുമ്പോൾ പല തൈ നടുന്നു, പല തൈ നടുന്നു, പല തണൽ നടുന്നു. ഒരു തൈ നടുമ്പോൾ. ആഗോള പരിസ്ഥിതിയെ മുന്നിൽ കണ്ടുകൊണ്ട് മദിരാശി എന്ന് പറഞ്ഞ വൃക്ഷം പരിസ്ഥിതിയോട് ചോദിക്കുന്ന, ആശയവിനിമയം നടത്തുന്ന രീതിയിലെടുത്തിട്ടുള്ള ഒരു ചെറു ചലച്ചിത്രമാണ്. ആഗോള പരിസ്ഥിതി അനുദിനം ഭീഷണിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തൻ്റെ വ്യക്തിത്വം നിലനിർത്തുകയും ആ വ്യക്തിത്വത്തിലൂടെ തൻ്റെ സഹോദരങ്ങളെ ഓർക്കുകയും അവർക്കുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളെ അത് ലോകത്തിന് മുമ്പ് ചൂണ്ടിക്കാട്ടുകയും അവസാനം നാളേക്ക് ചില പ്രതീക്ഷകൾ നൽകുകയും ചെയ്യുകയാണ്. മാത്രവുമല്ല, വളരെ ആരോഗ്യകരമായ ചുറ്റുപാട് ഈ സ്കൂളിൽ എല്ലാ വൃക്ഷങ്ങൾക്കും നൽകുന്നുണ്ടെന്ന ഒരു സന്ദേശം ലോകത്തിന് പകരുകയാണ്. ഈ ചിത്രം മനസ്സിൽ തോന്നിയ നിമിഷം മുതൽ അത് പങ്കുവച്ച സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ അതിന് എല്ലാവിധ സാങ്കേതിക തികവ് നൽകിയ വിദ്യാർത്ഥികളോട്, പ്രത്യേകിച്ചും അനുരാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയോട് ഉള്ള കടപ്പാട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിവിടെ പറയുകയാണ്. മാത്രവുമല്ല, ഇത് ഞങ്ങളുടെ മോഹമാണ്. ഗ്രാമാന്തരീക്ഷത്തിലുള്ള വേലൂരിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു ചിത്രം നിർമ്മിക്കാമോ അല്ലെങ്കിൽ നിർമ്മിക്കാം എന്ന ഒരു മോഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. അപ്പോൾ ഒരു വൃക്ഷം തൻ്റെ കഥ പറച്ചിലൂടെ, തൻ്റെ സ്വന്തം കഥ സ്വാനുഭവത്തിലൂടെ ലോകത്തോട് കാര്യങ്ങൾ പറയുകയും ലോകത്തിന് സന്ദേശം നൽകുകയും ആ സന്ദേശം ഈ സ്കൂൾ പരിസ്ഥിതി വിട്ട് അല്ലെങ്കിൽ സ്കൂൾ ചുറ്റുപാട് വിട്ട് വഴിയോരത്തേക്കും സമൂഹത്തിലെല്ലായിടത്തേക്കും എത്തുകയും ചെയ്യും. നിങ്ങൾ ഈ ചിത്രം കണ്ടെങ്കിൽ, ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് പൂർണ്ണത കൈവരണമെങ്കിൽ ഈ വൃക്ഷാലയം നൽകുന്ന സന്ദേശം നമ്മുടെ സമൂഹത്തിലെ ആകെ പകരേണ്ടതാണ്. അതുകൊണ്ട് ഇതിലെ പ്രസിദ്ധമായ കവിത ഉദ്ഘോഷിക്കുന്നത് പോലെ എല്ലാവരും ഓരോ വൃക്ഷം നടൂ, ആ വൃക്ഷം നാളേക്കും നല്ല ലോകത്തിനു വേണ്ടിയാണ് എന്ന ബോധം ഉണ്ടാക്കുക. അതുണ്ടായെങ്കിൽ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളുടെ ടീമിൻ്റെ
മൊത്തം സന്തോഷം നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്.